കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ആത്മഹത്യ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ലെന്ന് കുടുംബം. SHO മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കും. മരിച്ച സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞെത്തിയ നേതാക്കന്മാരെല്ലാം പിന്മാറിയെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നു. എനിക്ക് 1 വർഷമായിട്ട് സാബു മരിച്ചിട്ട് 1 വർഷമായി എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അതായത് ഞാൻ 1 വർഷം കേസ് സംഭവം നടന്നു കഴിഞ്ഞ് കുറേ ദിവസം ഈ കേസിൻ്റെ പുറകെ ഓടും. അതായത് SP-ക്ക് പരാതി കൊടുത്തു, DSP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. അവിടെ നിന്ന് യാതൊരുവിധ നീതി കിട്ടിയിട്ടില്ല. പ്രതികളെല്ലാം 3 പ്രതികളുടെ പേര് കുറ്റപത്രം ഇട്ടിട്ടുണ്ട്. ഈ കുറ്റപത്രത്തിൽ ഒന്നുമില്ല കേസിനകത്ത്. അതായത് 194 സെക്ഷൻ പ്രകാരമാണ് ഇത് ഇട്ടേക്കുന്നത്. 194-നകത്തൊന്നുമില്ല. റോഡിൽ കിടന്നൊരു അടിപിടി ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു ശിക്ഷ എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിട്ട പൈസ അയക്കണം. നമ്മൾ കഷ്ടപ്പെട്ട പൈസയാണ്. നമ്മളാരോടും ലോൺ ചോദിച്ചോ ഒന്നുമല്ല. നമ്മളിട്ട പൈസ 15 ലക്ഷം രൂപയിൽ നിന്നാണ് നമ്മൾ 2 ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി ചോദിച്ചത്. ആ ഓപ്പറേഷന് വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും അതായത് 19-ാം തീയതി രാവിലെ തൊട്ട് അതിനെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് പിടിച്ച് തള്ളുകയും അതുപോലെ തന്നെ തൻ്റെ ഒരു കോപ്പ് കാശെന്നും പറഞ്ഞ് പിടിച്ച് തള്ളുകയും അതുപോലെ ദ്രോഹിക്കുകയും ചെയ്തു.